Hello children, welcome to Hindi class. ഇന്നത്തെ ക്ലാസ് 7ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ एक धरती है उस किसान की എന്ന ചാപ്റ്ററാണ്. हिंदी के प्रमुख कवि केदारनाथ अग्रवाल की कविता है एक धरती है उस किसान की. കേദാർനാഥ് അഗ്രവാളിന്റെ കവിതയാണ് एक धरती है उस किसान की. കവിത പരിചയപ്പെടാം. एक धरती है उस किसान की. धरती എന്ന് വെച്ചാൽ ഭൂമി, കിസാൻ കൃഷിക്കാരൻ. ഈ ധർത്തി, ഈ ഭൂമി കൃഷിക്കാരൻ്റെതാണ്. അതാണ് അതിൻ്റെ അർത്ഥം. एक धरती है उस किसान की जो बैलों की कंधों पर बरसात घामी जुआ भाग्य का रख देता है. खून छाटती हुई वायु में पैनी कुसी खेत की फेदर दूर कलेजे तक ले जाकर जोत डालता है मिट्टी को. ഈ കവിതയിൽ കവി കേദാർനാഥ് അഗ്രവാൾ പാടത്ത് കഠിനമായി പരിശ്രമിക്കുന്ന കർഷകനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഈ ഭൂമി കർഷകന്റേതാണ്. മഴയത്തും വെയിലത്തും കഠിനമായി പരിശ്രമിക്കുന്ന കർഷകൻ എങ്ങനെയാണ് പാടമൊഴുകുന്നത്? കാളയിലെ കഴുത്തിൽ മുഖം വച്ച് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കലപ്പയുടെ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് മണ്ണിനെ ഇളക്കി മറിക്കുന്നു. പാംസ് ഡാൽക്കർ और बीज फिर बो देता है. नए वर्ष में नई फसल के ढेर आने का लग जाता है. ये धरती है उस किसान की, नहीं राव की, नहीं रंग की, नहीं किसी की, नहीं किसी की. धरती है केवल किसान की. പാംസ് വളമാണ്, ബീജ് വിത്താണ്, ഫസൽ വിളകൾ, അന്ന ധാന്യം, റാവ് രാജാവ്, രംഗ് പാവപ്പെട്ടവൻ ഗരീബ്. ധർത്തി ഭൂമി. മണ്ണിനെ ഇളക്കി മറിച്ചതിന് ശേഷം എന്താണ് ചെയ്യുന്നത്? ആ മണ്ണിൽ വളമിട്ട് വിത്ത് വിതയ്ക്കുന്നു. പുതിയ വർഷത്തിൽ പുതിയ വിളവുകളുടെ ധാന്യ കൂമ്പാരം കൊണ്ടുവരുന്നു കർഷകൻ. ഈ ഭൂമി രാജാവിൻ്റെയോ പാവപ്പെട്ടവന്റെയോ അല്ല, ആരുടെയുമല്ല. ഈ ഭൂമി കർഷകന്റേതാണ്. इस धरती है उस किसान की जो मिट्टी का पूर्ण पारखी, जो मिट्टी के संग साथ ही तबकर गलकर मरकर कपा रहा है ജീവൻ അപ്ന. കവി വീണ്ടും പറയുകയാണ്, ഈ ഭൂമി കർഷകന്റേതാണ്. കർഷകൻ മണ്ണിന്റെ പരീക്ഷകനാണ്, മണ്ണിന്റെ മർമ്മം അറിയുന്നവനാണ്, മണ്ണിനെ തിരിച്ചറിയുന്നവനാണ്, മണ്ണിന്റെ കൂട്ടുകാരനാണ്. ഈ മണ്ണിൽ വെയിലത്തും മഴയത്തും കഠിനമായി പരിശ്രമിച്ച് ജീവിക്കുന്നവരാണ് കർഷകർ. देख रहा है मिट्टी में सोने का सपना, मिट्टी की महिमा गाता है. मिट्टी के ही अंतस्थल में अपने तन की खाद मिलाकर मिट्टी को जीवित रखता है, खुद जीता है. यह धरती है उस किसान. ഈ മണ്ണിൽ കർഷകൻ സ്വർണം വിളയിക്കുന്നു. ധാന്യവിളകളാൽ സമൃദ്ധമായ പാടമാണ് കർഷകന്റെ സ്വപ്നം. മണ്ണിന്റെ ഗുണങ്ങൾ പാടുന്നു കർഷകൻ. കഠിനമായി പരിശ്രമിച്ച് മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുന്നു. അതോടൊപ്പം സ്വയം ജീവിക്കുകയും ചെയ്യുന്നു. ഈ മണ്ണിൽ കഠിനമായി പരിശ്രമിക്കുന്ന കർഷകന്റേതാണ് ഭൂമി എന്ന് ഈ കവിതയിൽ കൂടി മനസ്സിലായല്ലോ കുട്ടികളെ.